ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോവാണ്. എല്ലാ വീക്കെൻഡ്സും ഞാൻ വീട്ടിൽ പോവും. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീട്ടിലെത്തിയത് എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബനാന മിൽക്ക് ഷേക്ക് അടിച്ചെന്ന്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഇത് റോബസ്റ്റ് വെച്ച് അടിക്കണം, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ കഴിക്കാനായിട്ട് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ എനിക്കിഷ്ടമാണ് ബിരിയാണിക്ക്. പിന്നെ അതൊരു പ്ലേറ്റ് വിളമ്പി അലോങ് വിത്ത് പുഴുങ്ങിയ മുട്ട എൻ്റെ അച്ചാർ. തൈര് ഉണ്ടായിരുന്നു, പക്ഷെ തൈരുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. പിന്നെ അറിഞ്ഞത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. ബീഫ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ഇത്ര സോഫ്റ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബീഫ്ക്ക് അത്ര ബീഫ് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ആ ബീഫിൽ നിന്ന് ഒരു കഷ്ണം പൊടിച്ചപ്പോൾ മനസ്സിലായി ഭയങ്കര സോഫ്റ്റാണ് ബീഫെന്ന്. പിന്നെ ബീഫിൻ്റെ കഷ്ണവും ചിക്കൻ ഫ്രൈയും മുട്ടയും അച്ചാറും എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഞാൻ കഴിച്ച്. നല്ല ടേസ്റ്റ്. നല്ല വിശക്കണോണ്ടാണാവോ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പ്ലേറ്റ് ബിരിയാണി തിന്നത് അറിഞ്ഞില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നല്ലൊരു ടേസ്റ്റി അതും ബീഫ് ബിരിയാണി ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ആസ്വദിച്ച് എന്നാണ് കഴിച്ചത്. പിന്നെ ബിരിയാണി കഴിക്കൽ കഴിഞ്ഞതും എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. അതുകൊണ്ട് തന്നെ കാരമൽ കേക്ക് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൽ നിന്ന് 2 സ്പൂൺ കഴിച്ച്. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര മടുപ്പ്. പക്ഷെ എനിക്കെന്തോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് വന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് 2 സ്പൂൺ കഴിച്ച്. പിന്നെ അത് കഴിക്കൽ കഴിഞ്ഞതും അത് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അതേപോലെ വെച്ച്, അല്ലെങ്കിൽ ഉമ്മ വന്നാൽ ഭയങ്കര ചീത്തയേക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞത് ഞാൻ ഒരു മൂവി കാണാൻ വേണ്ടി കിടന്ന്. എന്ത് കാണണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ആഫ്റ്റർ ലോങ് സെർച്ച് ഞാനൊരു മൂവി കണ്ടെത്തി, ടൂറിസ്റ്റ് ഫാമിലി. അത് ഞാൻ ഞാൻ കാണാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞതും ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയത് തുടങ്ങി. ഉറങ്ങി എണീറ്റതും പിന്നെ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് നടക്കാൻ പോയി. അപ്പോഴാണ് ഞാൻ റംബൂട്ടാൻ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് 2-3 എണ്ണം പൊട്ടിച്ച് കഴിച്ചു. ഇത് റംബൂട്ടാൻ ലാസ്റ്റ് അയക്കണം അതുകൊണ്ട് എനിക്ക് റംബൂട്ടാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായില്ല. എല്ലാതും ഒരു തരം പുളിയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞത് എൻ്റെ അമ്മായി വന്നിരുന്നു. അപ്പോൾ പിന്നെ അമ്മായിയും എൻ്റെ സിസ്റ്ററും ഞങ്ങളെല്ലാവരും കൂടി മുമ്പാരത്തിരുന്ന് കുറേ നേരം ഒന്ന് സംസാരിച്ച്. അപ്പോഴാണ് ഞാൻ സ്കൈ നോക്കുന്നത്. സ്കൈ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിരുന്ന്. പിന്നെ അതെല്ലാം കഴിഞ്ഞതും ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ച്. ഇത് കടച്ചക്കുപ്പേരിയാണ് അലോങ് വിത്ത് പാൽച്ചായ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഡിന്നറും പൂള ഉണ്ടായിരുന്നു. അപ്പോൾ പൂളയും മീൻ കറിയും മീൻ പൊരിച്ചതും അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് പൂള കഴിക്കുന്നത്. അതുകൊണ്ട് മത്തിയും പൂളയും ഞാൻ കുറേ കാലത്തിന് ശേഷം കഴിക്കണത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതും ഞാൻ ഉറങ്ങി. അത്രേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്.